ഡോക്ടർ രാജീവ് ജയദേവൻ നമുക്കൊപ്പം ചേരുന്നു. ഡോക്ടർ സ്വാഗതം. എന്താണ് നമ്മുടെ സമൂഹത്തിന് ആരോഗ്യ മേഖലയ്ക്ക് പറ്റിയത് എന്നൊരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. കാരണം ഈ കണക്കുകളാണ് നമുക്ക് മുന്നിലുള്ളത്. ഒന്ന്, 10 മടങ്ങ് പട്ടികടി ഏൽക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. അതിനപ്പുറം വാക്സിൻ സുരക്ഷിതമല്ലേ എന്നൊരു വലിയ ചോദ്യം ഉയരുകയാണ്. ഒരുപക്ഷെ വാക്സിൻ വിരുദ്ധർ ഉള്ള ഒരു സമൂഹം കൂടിയാണ് നമ്മുടേത്. അതുകൊണ്ട് അവരൊക്കെ ഇതിനെ ഈ സാഹചര്യത്തെ ഉപയോഗിക്കാനും കൂടി സാധ്യതയുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഡോക്ടർ? ഇപ്പോൾ വിഷബാധയ്ക്കെതിരെയുള്ള വാക്സിൻ സാങ്കല്പികമായി ഒരു പേപ്പട്ടി കഴിച്ചതിന് ശേഷം ഒരാൾ എടുത്തില്ല എന്ന് നമുക്ക് സങ്കല്പിക്കാം. ഈ വിരുദ്ധരുടെ പ്രചാരണമെല്ലാം കേട്ട് അല്ലെങ്കിൽ വാർത്തകൾ കേട്ട് തെറ്റിദ്ധരിച്ചതിന് ശേഷം ഒരാൾ എടുത്തില്ല എന്നിരിക്കട്ടെ. മുഖത്തോ തലയിലോ സാരമായിട്ടുള്ള മുറിവേറ്റ വ്യക്തിയാണെന്നിരിക്കട്ടെ. പേപ്പട്ടിയാണ് കടിച്ചത്. എന്ത് സംഭവിക്കും എന്ന് എത്ര പേർക്കറിയാം? 10ൽ 8 പേർ മരണപ്പെടും. ഇത് പബ്ലിഷ് ഡേറ്റയാണ്. അതായത് പേവിഷബാധയുള്ള നായ കടിച്ചു കഴിഞ്ഞാൽ വാക്സിൻ എടുക്കാത്ത സാഹചര്യത്തിൽ 80% വരെയാണ് മരണനിരക്ക്. അതായത് 10ൽ 8 പേർ മരണപ്പെടുന്നതാണ്. അപ്പോ എത്ര ഭീകരമാണ് ഇതിന്റെ അവസ്ഥയെന്ന് ചിന്തിച്ചു നോക്കൂ. ഈ വാർത്തകളും പ്രചാരണവും മറ്റും കേട്ട് ഇനി വാക്സിൻ എടുത്തിട്ട് കാര്യമില്ല എന്നുള്ള തോന്നൽ ആർക്കെങ്കിലും ഉണ്ടായി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പേവിഷബാധ മൂലമുള്ള മരണങ്ങൾ കൂടാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ വർഷത്തെ കണക്കിൽ 3.1 ലക്ഷം ഡോഗ് ബൈറ്റ് ആണ് സംഭവിച്ചത്. അതിൽ 1/3 തെരുവ് നായയുടെ കടിയാണ്. ആലോചിച്ച് നോക്കൂ, ഒരു സംസ്ഥാനത്ത് 1 ലക്ഷത്തിലധികം വ്യക്തികൾക്ക് തെരുവ് നായയുടെ കടി ഏൽക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കുക? ഇതെങ്ങനെയാണ് നമ്മൾ നോർമലൈസ് ചെയ്യുക? നോർമലൈസ് എന്നുള്ള വാക്കുണ്ട്. അതായത് ഒരിക്കലും അംഗീകരിക്കാനാവാത്ത കാര്യങ്ങൾ പതിവായി നടക്കുമ്പോൾ അത് നോർമലൈസ് ചെയ്യപ്പെടുന്നു. പക്ഷെ അത് സമൂഹം നോർമലൈസ് ചെയ്താലും അത് തെറ്റായി തന്നെ നിലകൊള്ളുകയാണ്. ആ രീതിയിൽ വേണം നമ്മൾ ഈ പ്രശ്നത്തെ സമീപിക്കാനായിട്ട്. തെരുവുനായയെ സംരക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞുള്ള പല രീതിയിലുള്ള പ്രസ്ഥാനങ്ങൾ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവരുടെ ഭാഗത്തും ചില ന്യായങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ആത്യന്തികമായി നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് സുരക്ഷിതമായി പുറത്തിറങ്ങി നടക്കാൻ സാധിക്കുന്നില്ല. നായയുടെ കടി മാത്രമല്ല, കടിയേറ്റവർ മരണപ്പെടുന്നു. അതും ചികിത്സ കൊടുത്തിട്ടും മരണപ്പെടുന്നു എന്നുള്ളത് നല്ലതുപോലെ ചിന്തിച്ച് വിലയിരുത്തി പുതിയ തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു പ്രശ്നം തന്നെയാണ്. ഇത് നമ്മൾ ഒരു ചർച്ചയിലൊന്നും തീരും എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതാണ് ഇതിന്റെ ബിഗ് പിക്ചർ എന്ന് പറയും. ഇനി നമുക്ക് അതിന്റെ ഫൈൻ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. എന്തുകൊണ്ട് വാക്സിൻ എടുത്തിട്ടും മരണപ്പെട്ടു? 2 കാരണങ്ങളാണ് പ്രധാനമായും അവിടെയുള്ളത്. ഒന്ന്, മറ്റേ കടിയുടെ തീവ്രത അല്ലെങ്കിൽ മുറിവിന്റെ തീവ്രതയും മുറിവിന്റെ സ്ഥാനവും. നമുക്ക് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമുക്കറിയാം, അവർക്ക് ഉയരം കുറവായതിനാലും അവർ പെട്ടെന്ന് വീണു പോകുന്നതിനാലും അവർക്ക് ഈ ഓടി ഒളിക്കാനുള്ള അല്ലെങ്കിൽ ഉയരത്തിൽ കയറി പിടിച്ച് നായയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാഹചര്യം ഇല്ലാത്തതിനാലും അവർക്ക് പലപ്പോഴും കടി ഏൽക്കുന്നത് നായയുടെ ഹൈറ്റിൽ നിൽക്കുമ്പോൾ നായയ്ക്ക് കടിക്കാൻ എളുപ്പം അവരുടെ മുഖവും ചെവിയും മൂക്കും തലയും മറ്റുമാണ്. അവിടെ കടിയേറ്റു കഴിഞ്ഞാൽ ഈ വാക്സിൻ എടുത്താലും ചിലപ്പോൾ അപൂർവമായി തന്നെ അത് പേവിഷബാധ ഏൽക്കുന്നതായിട്ട് കൺഫേംഡ് റിപ്പോർട്ട്സ് ഉണ്ട്. അതാണ് അപ്പാരന്റ് കേസസ് ഓഫ് വാക്സിൻ ഫെയിലിയർ എന്ന് പറയുന്നത്. അതായത് വാക്സിൻ പരാജയപ്പെട്ടു എന്ന് നമ്മൾ ചിന്തിക്കുന്നത് അതിന്റെ പശ്ചാത്തലമാണ് ഞാൻ ഈ ആദ്യം വിവരിച്ചത്. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ താങ്കൾ സൂചിപ്പിച്ചതുപോലെ വാക്സിൻ ഫലവത്താകാതെ ഇരിക്കുക എന്നുള്ളതാണ്. വാക്സിൻ ഫലവത്താകാതെ ഇരിക്കുന്നത് 2 രീതിയിലാണ്. ഒന്ന്, വാക്സിൻ ഇപ്പൊ ഉദാഹരണത്തിന് പാകിസ്ഥാനിൽ നിന്നുമുള്ള ചില പഠനങ്ങൾ, അവിടെ ഇലക്ട്രിസിറ്റി, അതായത് വളരെ കാലം ബ്ലാക്ക് ഔട്ടുകളും ഇലക്ട്രിസിറ്റിയുടെ ഷോർട്ടേജുമുള്ള കുറവുമുള്ള സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രദേശങ്ങളിലുള്ള ആശുപത്രികളിൽ സൂക്ഷിച്ചിരുന്ന റേബീസ് വാക്സിനിൽ അതിന്റെ ഫലപ്രാപ്തി കുറഞ്ഞതായിട്ട് അവർ കണ്ടെത്തിയതായി അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇത് ശാസ്ത്രീയമായിട്ടുള്ള പബ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം, ഏറെക്കാലമായിട്ട് ഇത് ചൂടത്തിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട വാക്സിൻ വെയിലത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കറണ്ട് ഇല്ല, അത് ഏറെ നേരമായിട്ട് ഇത് ചൂടായിട്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വാക്സിൻ വർക്ക് ചെയ്യില്ല. അത് റേബീസ് വാക്സിൻ മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന അത്യാവശ്യം എല്ലാ വാക്സിനുകളും ഈ ഒരു നിയമം ബാധകമാണ്. കാരണം അവയുടെ ഫലപ്രാപ്തി 2 to 8 ഡിഗ്രി സെന്റിഗ്രേഡിലാണ് അവ സൂക്ഷിക്കേണ്ടത്. നമ്മുടെ ഉദാഹരണത്തിന് നമ്മുടെ പ്രേക്ഷകരായിട്ട് ഞാൻ പറയാം, നമ്മുടെ ഫ്രിഡ്ജ് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജിനുള്ളിലുള്ള സാധാരണ ടെമ്പറേച്ചർ 4 ഡിഗ്രീസ് ആണ്. അപ്പോൾ
2 to 8 ഡിഗ്രീസിലാണ് ഈ വാക്സിൻ സൂക്ഷിക്കേണ്ടത്. അത് വാക്സിൻ സൂക്ഷിക്കേണ്ട ഫ്രിഡ്ജുകളുണ്ട് ആശുപത്രികൾ. നമ്മുടെ സാധാരണ ഫ്രിഡ്ജിൽ ഇത് വെക്കാറില്ല. ഞാനത് അതിന്റെ കമ്പാരിസന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് ഒരു കാരണമാണ്. അതായത് അങ്ങനെ സംഭവിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. പാകിസ്ഥാനിലെ സ്റ്റഡികൾ വളരെ വളരെ പ്രധാനപ്പെട്ട സ്റ്റഡിയാണ്. അവരാണ് ലോകത്തിന് കാട്ടിക്കൊടുത്തത്. അതായത് ഇങ്ങനെ കറണ്ടിന്റെ ഫെയിലിയർ, ഏറെക്കാലം കറണ്ടിന്റെ ഫെയിലിയർ ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാകാമെന്നുള്ളത് അവിടെയുള്ള പഠനങ്ങളാണ് ലോകത്തിന് കാട്ടിക്കൊടുത്തത്. ഇനി രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് വാക്സിൻ കൊടുക്കുന്ന രീതിയാണ്. ഒരുപാട് മുറിവുകളുള്ള ഒരു വ്യക്തിയുടെ മുറിവുകളെല്ലാം വൃത്തിയായി കഴുകാനും ഓരോ മുറിവിലും ഈ സീറം കൃത്യമായി ഇഞ്ചക്ട് ചെയ്യാനും സാധിക്കുന്നു എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി മൂന്നാമത്തേത്, നമ്മുടെ ഭാരതത്തിൽ ഇന്ത്യ അതായത് WHO പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള വാക്സിന്റെ വിതരണം അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് ഇൻട്രാഡേർമൽ ആയിട്ടാണ്. ഇൻട്രാഡേർമൽ എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചർമ്മത്തിന്റെ ഏറ്റവും ഉപരിതലത്തിൽ മാത്രം കൊടുക്കുന്ന ഒരു രീതിയാണ് ഇൻട്രാഡേർമൽ. അത് വളരെയധികം വൈദഗ്ധ്യത്തോടു കൂടി വേണം കൊടുക്കാനായിട്ട്. കുഞ്ഞുങ്ങളിൽ ഈ ഇൻട്രാഡേർമൽ ആയിട്ടുള്ള ഇഞ്ചക്ഷൻ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ ചർമ്മം എന്ന് പറയുന്നത് തന്നെ കുഞ്ഞുങ്ങളുടെ സൈസ് ചെറുതാണ്. അവർ അനങ്ങിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ അവർ കൈയോ കാലോ കൃത്യമായി അടക്കി പിടിച്ചെന്ന് വരികയില്ല. അപ്പോൾ ആ ചർമ്മത്തിനുള്ളിലേക്ക് നേരത്തെ സൂചി കടത്തി ആ ചർമ്മത്തിൽ ഒരു കൊതുക് കടിക്കുന്ന പോലെയുള്ള ഒരു പപ്പടം പൊള്ളുന്നത് പോലെയോ അല്ലെങ്കിൽ കൊതുക് കടിക്കുന്ന പോലെയുള്ള ഒരു തടിപ്പുണ്ടായി വരണം ഈ സൂചി ഇഞ്ചക്ട് ചെയ്യുമ്പോൾ. ഈ തടിപ്പുണ്ടായി വരുമ്പോഴാണ് നമുക്കറിയാവുന്നത് അത് ഇൻട്രാഡേർമൽ ഇഞ്ചക്ഷൻ ആണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഇത് അല്പം കൂടി ബുദ്ധിമുട്ടാണ്. കാരണം അഡൽസിനാവുമ്പോൾ അത് അവർക്ക് വേദന കടിച്ചമർത്തി ഇരിക്കാനും മറ്റും പ്രശ്നം ഉണ്ടാവുകയില്ല. കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ കൈ വലിച്ചെന്നിരിക്കാം, ചിലപ്പോൾ കരഞ്ഞെന്നിരിക്കാം, ചിലപ്പോൾ കൈകാലിട്ട് അടിച്ചെന്നിരിക്കാം, നിലവിളിച്ചെന്നിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇൻട്രാഡെർമലായിട്ട് കൊടുക്കേണ്ട വാക്സിനാണ് നമ്മുടെ ഭാരതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന IDRV എന്ന് വിളിക്കുന്ന വാക്സിൻ. അപ്പൊ ഈ 3 ഘടകങ്ങളാണ് ഇവിടെയുള്ളത്. പിന്നെ ഫസ്റ്റ് എയ്ഡിന്റെ അപാകതകൾ അതൊരു കുറ്റമായി കാണേണ്ടതില്ല. നമ്മളുടെ ഒരു കുഞ്ഞിനെ പെട്ടെന്നൊരു പട്ടി കടിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ പൊതുവെ ഹോസ്പിറ്റലിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്, അല്ലെ എത്രയും വേഗം എത്തിക്കുക എന്നുള്ളതാണ് സാധാരണ എല്ലാവരും തന്നെ ചെയ്യുക. എന്നാൽ ഉടൻ തന്നെ ടാപ്പിന്റെ അടിയിൽ നിർത്തി എല്ലാ മുറിവുകളും സോപ്പ് ഉപയോഗിച്ച് കഴുകുക എന്നുള്ള ഡോക്ടർമാർ പറഞ്ഞാൽ പോലും അത് എത്രത്തോളം അത് വാസ്തവത്തിൽ ഓൺ ദ ഗ്രൗണ്ട് നടക്കുന്നു എന്നുള്ളത് എനിക്കറിയുകയില്ല. കാരണം നമ്മൾ ആ ഷോക്കിൽ ചിലപ്പോൾ നമ്മളത് ചെയ്യാൻ വിട്ടുപോയെന്നിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പഴംതുണി എടുത്ത് മുറിവ് കെട്ടിവെച്ചതിന് ശേഷം പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്നിരിക്കാം. ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന 15 മിനിറ്റ് കൊണ്ട് തന്നെ ചിലപ്പോൾ ഈ മുറിവിനകത്ത് നായയുടെ ഉമിനീരിൽ നിന്നും ഉള്ള വൈറസുകൾ നാടികളിൽ കയറി പറ്റിയെന്നിരിക്കാം. നിർഭാഗ്യവശാൽ നമുക്കറിയാം കേരളത്തിൽ 26 മരണങ്ങളാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത്. നമ്മൾ ഓർക്കേണ്ടത് 3.25 ലക്ഷത്തോളം ഡോഗ് ബൈറ്റ് കേസുകളിൽ നിന്നാണ് 26 മരണങ്ങൾ ഉണ്ടായതെന്നും കൂടി നമ്മൾ ഓർക്കണം. അത് എല്ലാ ബൈറ്റുകളും റേബീസ് ആകണം എന്നുമില്ല. അതുകൊണ്ട് എത്രത്തോളം ഡോഗ് ബൈറ്റുകൾ കൂടുന്നുവോ അത്രത്തോളം റേബീസ് നടന്നുകൊണ്ടേയിരിക്കും. അതാണ് ഇതിന്റെ നിർഭാഗ്യകരമായിട്ടുള്ള വസ്തുത. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഏറ്റവും അധികം ഇമ്പാക്ട് സൃഷ്ടിക്കാൻ സാധിക്കുന്നത്. ഒന്ന്, ഗവൺമെന്റ് സൈഡിൽ നിന്നും വാക്സിന്റെ ഗുണനിലവാരത്തെ പറ്റിയുള്ള അന്വേഷണങ്ങളെല്ലാം നടക്കുന്നുണ്ട് എന്ന പത്രത്തിലുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾ ബിഗ് പിക്ചർ നോക്കുമ്പോൾ ഇപ്പോൾ ഇത്രയും ആൾക്കാർക്ക് നായയുടെ കടിയേൽക്കുന്ന ഒരു സാഹചര്യം അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. അത് ഇറ്റ് ഇസ് നോട്ട് അക്സെപ്റ്റബിൾ ഇൻ എ മോഡേൺ സൊസൈറ്റി എന്നുള്ളത് ജനങ്ങൾ തന്നെ പറഞ്ഞ് മുമ്പോട്ട് വന്നില്ലെങ്കിൽ ഇവിടെ ഒരു മാറ്റവും നടക്കും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഇതേ ഡിസ്കഷൻസ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ നായകടിയുടെ ഡോഗ് ബൈറ്റിന്റെ നമ്പർ കൂടുന്നതല്ലാതെ കുറയുന്നതായിട്ടോ റേബീസിന്റെ കേസുകൾ കൂടുന്നതല്ലാതെ കുറയുന്നതായിട്ടോ ഇത്രയും വർഷത്തെ ബോധവൽക്കരണത്തിന് ശേഷവും ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ നടന്നില്ലെങ്കിൽ ഈ പ്രശ്നം മാറാൻ പോകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഓക്കെ ഡോക്ടർ, ഇന്നലെ തന്നെ അത് സൂചിപ്പിച്ചിരുന്നു. കാരണം വാക്സിൻ എത്ര കണ്ട് ഫലപ്രദം എന്ന ചർച്ചയ്ക്കും അപ്പുറം എന്തുകൊണ്ട് ഈ പട്ടികടി ഏൽക്കുന്നവരുടെ എണ്ണം കൂടുന്നു എന്ന ചോദ്യമാണ് ഏറ്റവും പ്രസക്തം. ഡോക്ടർ, ഒരു സംശയം കൂടി ചോദിക്കട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മറ്റൊരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്യവേ ഞാൻ അന്ന് എനിക്ക് കിട്ടിയ ഒരു ഡേറ്റയുടെ അനുസരിച്ച് ചെയ്ത ഒരു വാർത്തയിൽ സംസ്ഥാനത്ത് ഈ റാബീസ് വാക്സിൻ വിതരണം ചെയ്തതിൽ 1 ഡസൻ ബാച്ചസ് അത് കാലാവധി കഴിഞ്ഞതായിരുന്നു എന്നൊരു റിപ്പോർട്ട് ഞാനന്ന് വാർത്ത ചെയ്തിരുന്നു. അത് രേഖകളുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് വാർത്ത. ഇപ്പോൾ വീണ്ടും ഈ വാക്സിനുകൾ ഫലപ്രദമല്ല എന്ന തരത്തിലേക്ക് വാർത്തകൾ വരുമ്പോൾ ആശങ്കപ്പെടുന്ന സാഹചര്യം, വീണ്ടും അത്തരം സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ടോ? അങ്ങനെ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വിതരണം ചെയ്യപ്പെടുന്നുണ്ടോ പോലെയുള്ള സാധ്യതകൾ സംഭവിക്കാൻ പക്ഷേ അങ്ങനെ ഒരു സംശയം നമുക്ക് മുന്നിൽ ഉണ്ടാവേണ്ടതുണ്ടോ? കാരണം വാക്സിൻ
ൻ്റെ ഫലപ്രാപ്തി സംബന്ധിച്ച ആശങ്കകളാണല്ലോ വരുന്നത്. അങ്ങനെ ഉണ്ടാകാൻ വഴിയില്ല. അതിന്റെ കാരണം ഇതാണ്. ഒന്ന്, നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പാകിസ്ഥാനിലെ പഠനങ്ങൾ, അവിടെയുള്ള പ്രബന്ധങ്ങൾ പോലെയുള്ള പഴയ കാലത്തെ കാര്യമാണ് കേട്ടോ, ഇപ്പോഴത്തെ കാര്യമല്ല ഞാനീ പറഞ്ഞത്. പണ്ടുള്ള പഠനങ്ങളാണ് ഞാനീ പറഞ്ഞത്. ഏറെക്കാലമുള്ള പവർ കട്ട്, അങ്ങനെ വാക്സിൻ സൂക്ഷിക്കാനുള്ള ബുദ്ധിമുട്ടൊന്നും താരതമ്യേന ഇല്ലാത്ത ഒരു സംസ്ഥാനം ഉണ്ടെങ്കിൽ അത് കേരളം തന്നെയാണ്. നമ്മുടെ മെച്ചപ്പെട്ട രീതിയിലുള്ള നമ്മുടെ ആശുപത്രി സാഹചര്യങ്ങൾ, ട്രെയിനിങ് സിദ്ധിച്ച നഴ്സുമാർ, നല്ല നിലവാരവും പഠനവുമുള്ള ഡോക്ടർമാർ, വെൽ ഓയിൽഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം, ആക്സസ്, അതായത് ഏത് നാട്ടിൻപുറത്തും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഓടിച്ചെന്ന് ഒരു ക്ലിനിക്കിലെങ്കിലും ചെല്ലാൻ പറ്റുന്ന രീതിയിലുള്ള ആക്സസ്, ഇതൊന്നും നമ്മുടെ രാജ്യത്തെ മറ്റു ഭാഗങ്ങളിൽ എല്ലായിടത്തും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ കേരളം ആ രീതിയിൽ മെച്ചപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ ഈ ബാച്ചിന്റെ പ്രശ്നമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് ഇല്ല എന്ന് പറയുകയുള്ളൂ. അതിന് കാരണം ഇതാണ്. നമുക്കറിയാം, ആദ്യം മരിച്ച ആ കുട്ടിയുണ്ട്, അതായത് കോഴിക്കോട് ഭാഗത്ത് ഈ സീരീസിന്റെ ആദ്യത്തെ വിക്ടിം, ആ കുഞ്ഞിന് പേപ്പട്ടിയുടെ കടി ഏൽക്കുമ്പോൾ ആ കുഞ്ഞിനോടൊപ്പം തന്നെ മറ്റു പലർക്കും ഇതേ പേപ്പട്ടി കടിച്ചിരുന്നു. അവരെല്ലാവരും വാക്സിൻ എടുത്തിരുന്നു. അവർക്ക് ആർക്കും റേബീസ് വന്നിരുന്നില്ല. അപ്പോ ഈ വാക്സിൻ തെറ്റായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അത് ഫോൾട്ടി ആയിരുന്നെങ്കിൽ അവിടെ എല്ലാവർക്കും റേബീസ് വരുമായിരുന്നു, അല്ലെ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേപ്പട്ടി കടിച്ചു കഴിഞ്ഞാൽ വാക്സിൻ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ 80% മരണനിരക്ക്. അങ്ങനെ അവിടെ സംഭവിച്ചതായിട്ട് നമ്മൾ കണ്ടില്ല. ആ കുഞ്ഞിന് മാത്രമാണ് നിർഭാഗ്യവശാൽ ഉണ്ടായത്. ആ കുഞ്ഞിനെ വളരെ ഭീകരമായിട്ട് ഈ നായ ആക്രമിച്ചതായിട്ടാണ് വാർത്തകൾ കണ്ടത്. അതുകൊണ്ട് ആഴത്തിലുള്ള മുറിവുകളിൽ ഈ നായയുടെ ഉമിനീരും അതിനകത്തുള്ള കോടിക്കണക്കിലുള്ള വൈറസുകളും ആ കുഞ്ഞിന്റെ ശരീരത്തിൽ കയറിപ്പറ്റിയാണ് അവിടെ മരണമുണ്ടായത്. അല്ലാതെ വാക്സിൻ ഫെയിൽ ചെയ്തിട്ടാണ് എന്നുള്ളത് അവിടെ തന്നെ പ്രഥമ ദൃഷ്ട്യാ നമുക്ക് പറയാൻ സാധിക്കും. അത് വാക്സിന്റെ ഫെയിലിയർ അല്ല എന്നുള്ളത്. പക്ഷേ സാങ്കല്പികമായിട്ട്, തിയറിറ്റിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ആ ചോദ്യം പ്രസക്തം തന്നെയാണ്. അത് ഗവൺമെന്റ് ആ രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. അത് നമ്മളൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എല്ലാ ആംഗിൾസും നമ്മൾ പരിശോധിക്കണമല്ലോ. അങ്ങനെയുള്ള നീക്കം ഗവൺമെന്റിൽ നിന്നുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. ഡോക്ടർ, ഒരുപക്ഷെ നമുക്കിത് ചർച്ച ചെയ്യേണ്ടി വരുന്നത് ഇതിൻ്റെ ഒരു കണക്കുകൾ വലുതായതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഈ കണക്കുകൾ വലുതാവുന്നതിൻ്റെ കാരണം അതിൻ്റെ ആദ്യ ഉത്തരവാദി ഈ പട്ടിക്കടി നിയന്ത്രണം സാധ്യമാവാതെ പോകുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഈ തെരുവ് നായകളുടെ എണ്ണം വർദ്ധിക്കുന്നത് നിയന്ത്രിക്കാനുള്ള നമ്മുടെ ഒരു പദ്ധതിയും വിജയിക്കാതെ പോയതാണ്. അതിൻ്റെ ആദ്യ ഉത്തരവാദി അവരാണ്, അതിൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഏതാണെങ്കിലും അവരാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും തോന്നുന്നു, അല്ലേ? ഞാൻ അതിനോട് പൂർണ്ണമായും യോജിക്കുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സംസ്ഥാനത്ത് 1,00,000-ലധികം പേർക്ക് എങ്ങനെയാണ് തെരുവ് നായയുടെ കടി ഏൽക്കുന്നത് സാധാരണമാകുന്നത്, അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടുന്നത്, അത് സ്വീകാര്യമാകുന്നത്? അതെന്തുകൊണ്ട് മാറ്റാൻ സാധിക്കുന്നില്ല? എന്തുകൊണ്ട് അതൊരു പ്രയോറിറ്റി ആയിട്ട് നമ്മൾ കാണുന്നില്ല? ഒരു സാധാരണക്കാരന് പുറത്തിറങ്ങി നടക്കാൻ, പേടി കൂടാതെ പുറത്തിറങ്ങി നടക്കാൻ സാധിക്കാത്ത ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു രാജ്യം, അതെങ്ങനെയാണ് പബ്ലിക് ഹെൽത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്? ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മൾ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ, അത് മിക്കവാറും ഇതിന് നിയമ നിർമ്മാണം തന്നെ വേണ്ടിവരും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ നമ്മൾ ചാനൽ ചർച്ച ചെയ്തുകൊണ്ടൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മാറ്റവും കൂടെ നടക്കാൻ പോകുന്നില്ല. ഇതിന് നിയമനിർമ്മാണം തന്നെ വേണ്ടിവരും. ഇറ്റ് ഈസ് എ പബ്ലിക് ഹെൽത്ത് ത്രെറ്റ്. നമ്മുടെ കുഞ്ഞുങ്ങൾ മരണപ്പെടുകയാണ്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. വളരെ നന്ദി ഡോക്ടർ രാജീവ് ജയദേവൻ, ഇത്ര വിശദമായി തന്നെ സംസാരിച്ചതിന്. എന്തായാലും നമുക്ക് മുന്നിൽ ആദ്യ